നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. രാജസ്ഥാൻ റോയൽസ് വിൽപ്പന. ഷെയ്ൻ വോണിന്റെ കുടുംബത്തിന് കിട്ടുക 450 കോടി രൂപ. IPL പ്രഥമ കിരീട ജേതാക്കളായ രാജസ്ഥാൻ റോയൽസിന്റെയും നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന്റെയും വിൽപ്പന കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കർസോമാനി കമ്പനിയുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യം $163 കോടി, ഏകദേശം 15,290 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസിനെ സ്വന്തമാക്കുന്നത്. ആദിത്യ ബിർള ഗ്രൂപ്പും ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പും ചേർന്ന് 16,660 കോടി രൂപയ്ക്കാണ് ബംഗളൂരു ടീമിനെ വാങ്ങുന്നത്. ഇപ്പോഴത്തെ രാജസ്ഥാൻ ടീമിന്റെ വിൽപ്പനയിലൂടെ കോളടിച്ചിരിക്കുന്നത് അന്തരിച്ച മുൻ ലോകോത്തര സ്പിന്നർ താരം ഷെയ്ൻ വോണിന്റെ കുടുംബത്തിനാണ്. റോയൽസിനെ വൻ തുകയ്ക്ക് വിറ്റ വകയിൽ ഷെയ്ൻ വോണിന്റെ കുടുംബത്തിന് ലഭിക്കുവാൻ പോകുന്നത് ഏകദേശം 450 കോടി രൂപയാണ്. 2008 IPL ആദ്യ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി ചുമതലയേറ്റപ്പോൾ ഷെയ്ൻ വോൺ തന്റെ കരാറിൽ ഒരു പ്രത്യേക നിബന്ധന ഉൾപ്പെടുത്തിയിരുന്നു. ഫ്രാഞ്ചൈസിയുടെ 0.75% ഉടമസ്ഥാവകാശം അഥവാ ഓഹരി കൂടി കരാറിൽ ഉൾപ്പെടുത്തിയതായിരുന്നു അത്. ടീമിന്റെ ഭാഗമായ ഓരോ വർഷവും ഇത്രയും ഓഹരി വീതം അദ്ദേഹത്തിന് ലഭിച്ചു പോകുന്നു. വോൺ രാജസ്ഥാൻ റോയൽസിനായി ആകെ 4 സീസണുകൾ കളിച്ചു. ഇതുവഴി അദ്ദേഹത്തിന്റെ ആകെ ഓഹരി വീതം 3% ഉയർന്നു. ഇപ്പോൾ 15,290 കോടി രൂപയ്ക്ക് രാജസ്ഥാന്റെ വിൽപ്പന നടന്നതോടുകൂടി വോണിന്റെ പക്കലുള്ള ഈ 3%-നാണ് 450 കോടി രൂപ ലഭിക്കുന്നത്. 2026 IPL സീസൺ പൂർത്തിയാക്കുന്നതോടുകൂടി വോണിന്റെ കുടുംബത്തിന് ഈ ഓഹരികൾ വിൽക്കുവാനും പണം കൈപ്പറ്റുവാനും സാധിക്കും. 2022 അന്തരിച്ചുവെങ്കിലും 18 വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ൻ വോൺ അന്ന് ഓഹരി കൂടി കരാറിന്റെ ഭാഗമാക്കിയതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇത്രയും വലിയൊരു സാമ്പത്തിക നേട്ടം ഉറപ്പാക്കിയത്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.